First, you have to click on the start button and then click on the shutdown and click on turn off. അതിൽ പിന്നെ ചോദിക്കും ഷട്ട് ഡൗൺ തന്നെയാണോ എന്ന് ഒന്നുകൂടെ ചോദിക്കും, ടേൺ ഓഫ്. അപ്പം കമ്പ്യൂട്ടർ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഷട്ട് ഡൗൺ ആവും. ചില കമ്പ്യൂട്ടറിൽ കാണിക്കും വെയിറ്റ് ടിൽ ദ കമ്പ്യൂട്ടർ ഷട്ടിങ് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഷട്ട് ഡൗൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക, പവർ ഓഫ് ചെയ്യലും നമ്മളോട് പറയുന്നത്. Then we have to switch off the Good afternoon, teacher. Good afternoon. Good afternoon. Then we have to switch off the monitor. അതായത് നമ്മുടെ സ്ക്രീൻ ഇല്ലേ, സ്ക്രീൻ ഷട്ട് ഡൗൺ ചെയ്യണം, പിന്നെ UPS ഷട്ട് ഡൗൺ ചെയ്യണം. ലാസ്റ്റ് നമ്മൾ പ്ലഗ് ഓഫ് ആക്കണം. നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ ആദ്യം ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ നമ്മൾ ആദ്യം പവർ ഓൺ ആക്കും അല്ലേ, നമ്മുടെ പ്ലഗിൽ കുത്തിയിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കും, എന്നാലേ കറണ്ട് ഇങ്ങോട്ട് വരുള്ളൂ. പക്ഷെ നമ്മൾ വൈൽ ഷട്ടിങ് ഡൗൺ ദ കമ്പ്യൂട്ടർ ലാസ്റ്റ് സ്റ്റെപ്പാണ് ടു പവർ ഓഫ് ചെയ്യുന്നത്. അത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. അപ്പൊ എനിക്ക് ഇതൊന്ന് വായിച്ചു കേൾപ്പിക്കണം. ആര് വായിക്കും? അജിത്ത് കുട്ടനെ കഴിഞ്ഞ ദിവസം എന്റെ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു. ഓക്കെ, അജിത് ജോസഫ്. അജിത്ത്, ക്യാൻ യു പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ക്യാൻ യു സേ ദ സ്റ്റെപ്സ് ടു ഷട്ടിംഗ് ഡൗൺ എ കമ്പ്യൂട്ടർ? അഞ്ചാം പാഠം ഞാൻ ആബ്സെന്റ് ആയിരുന്നു. സാരമില്ല, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കുഞ്ഞിതൊന്ന് വായിച്ചോ. ഇതിന്റെ പേജ് നമ്പർ 38. യൂട്യൂബ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? എന്നിട്ട് ഇനി അങ്ങനെ മറക്കാൻ പാടില്ല കേട്ടോ, വലിയ പ്രശ്നം മറന്നാല്. ഓക്കെ, ശരി ശരി മോനെ, പേജ് നമ്പർ 38 ടേക്ക്. 38 എടുത്തു. അവിടെ 1 2 3 4 5 6 steps have been given to shut down a computer. So can you read it out? First one is click on start. Click on start. Select shut on. Click on turn off. Switch off the monitor. Yes. Switch off the UPS. Yes. Turn off the power switch. Very good. Next, Hanika Kutti, please unmute and read, my dear. Hanika, Mutta Vaichara. Click on start. Select shut down. Yes. Click on turn off. Switch off the monitor. Switch off the UPS. Turn off the power switch. Okay. അടുത്തതാരാണ്? സ്റ്റാൻസൺ കെ അജിത്ത്. Turn off the power switch. മോനെ വായിക്കാൻ പറ്റുമോ? Click on start. Click on start. Select shut down. Click on turn off. Switch off the monitor. Switch off the UPS. Turn off the power switch. വെരി ഗുഡ്. അന്നമ്മ എവിടെ ഉണ്ടായിരുന്നു പരിപാടി? ഹന്ന വായിച്ചേ. ഈ വിരലും കൊണ്ട് ഇങ്ങനെ പടുത്തോണ്ടിരിക്കുന്നേ, വേഗം വായിച്ചോ. ഇപ്പൊ പിടിച്ചു, കൈയോടെ പൊക്കി ഞാൻ. Click on the starter. വായിച്ചോ, മിടുക്കി. Select shut down. Shut down. Click on turn off. Click on turn off. Switch off the monitor. Switch off the UPS. Turn off the power switch. Very good. ഇനി ഇങ്ങനെ പടുത്തോണ്ടിരിക്കില്ലേ, ഞാൻ വീണ്ടും പൊക്കും. ജുവൽ മരിയ ജോമോൻ, പ്ലീസ് റീഡ്. അടുത്തത് ഷിഫാന കുട്ടിയാണ് വായിക്കേണ്ടത്. ഷിഫാന റെഡി ആയിട്ടിരുന്നോ?
ജുവൽ കുട്ടി വായിച്ചോ മോളെ. മോളെ സൗണ്ട് ഇല്ലല്ലോടാ. ഫോണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? Select shutdown. Click on turn off. Yes. Switch off the monitor. Switch off the UPS. Turn off the power switch. വെരി ഗുഡ്. നെക്സ്റ്റ് എന്റെ ഷിഫാന കുട്ടി എവിടെ പോയി? മുത്തേ വായിച്ച. അടുത്തത് മുഹമ്മദ് നാഫിയാണ് വായിക്കേണ്ടത്. ഒക്കെ റെഡി ആയിട്ടിരുന്നു. ഷിഫാന വായിച്ചോ മോളെ. Shut down. Click on turn off. Switch off the monitor. Switch off the UPS. Turn off the power switch. ഗുഡ്. മുഹമ്മദ് നാഫി. നെക്സ്റ്റ് അലൻ തോമസ് വായിക്കേണ്ടത്. റെഡി ആയിട്ടിരുന്നു അലനെ. നാഫി കുട്ട വായിച്ച മോനെ. Come on. Click on start. Click on turn off the UPS. Turn off the switch. Yes, good, very good. ആരായിരുന്നു അടുത്ത വായിക്കേണ്ട? അലൻ തോമസ് അല്ലേ? ആരോടായിരുന്നു പറഞ്ഞ? അലൻ തോമസിനോടല്ലേ പറഞ്ഞ മോനെ? ഓക്കെ, അടുത്തത് അനീറ്റ ഫിലിപ്പാണ്. റെഡി ആയിട്ടിരുന്നു മോളെ. Click on start. Mute. Select shut down. Very good. Click on turn off. Very good. Switch off the monitor. Yes. Next. Switch off the UPS. Yes. Turn off the power switch. Very good. Next, Anita. അടുത്തത് നമ്മുടെ കുര്യനാണ് വായിക്കേണ്ടത്. അനീറ്റ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടിരുന്നു മുത്തേ. എന്റെ മോളെ മോളെ ഇച്ചിരൂടെ ഒച്ചത്തിൽ വായിച്ചാ മുത്തേ. Click on start. Select shut down. Click on turn off. Switch off the monitor. Switch off the UPS. Turn off the power switch. Very good. കുര്യൻ. നെക്സ്റ്റ് കുര്യൻ കഴിഞ്ഞ് മിൻഹാജ് വായിക്കേണ്ടതാണേ. സോ കുര്യൻ ജോസഫ് പ്ലീസ്. Click on start. Select. Shut down. Next. Click on turn off. Switch on the monitor. Switch off ആണ്. Switch on അല്ല മോനെ. Switch off. Switch off the Switch off the Next. Turn off the power switch. Okay. ഡൊമിനിക് എന്താ പ്രശ്നം മൊത്തേ? ഡൊമിനിക് കേൾക്കുന്നില്ലേ? സ്റ്റക്ക് ആണോ? ഓക്കെ, ഡൊമിനിക് ഇങ്ങോട്ട് നോക്കിക്കേ. ഓ, ഡൊമിനിക് സ്റ്റക്ക് അല്ല, ഡൊമിനിക് അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന അല്ലേ? എന്താ പറ്റി? മമ്മിയുടെ വഴക്കുണ്ടാക്കിയോ? ചക്കര ഇങ്ങോട്ട് നോക്ക്. അടുത്ത് ഡൊമിനിക് വായിക്കേണ്ടതാണ്. റെഡി ആയിട്ടിരുന്നോ? മിൻഹാജ് പ്ലീസ് റീഡ്. മിൻഹാജ്. Click on start. Click on start. Select shut down. Yes. Click on turn off. Switch off the monitor. Yes. Switch off the UPS. Turn off the power switch. Okay, good. Dominic, can you unmute and read? മുത്തേ കേൾക്കുന്നില്ലേ കുഞ്ഞ്? മോൻ അനങ്ങന്തായിട്ട് മിസ് ഇവിടെ കാണുന്നു, പക്ഷെ ഇങ്ങോട്ട് നോക്കുന്നില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഋഷികേശ് കഴിഞ്ഞ ആൻസൺ വായിച്ചതാണോ മോനെ? ആൻസൺ വായിച്ചോ ഋഷികേശ്? ഓക്കെ, നെക്സ്റ്റ് വായിക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട് സയാൻ കൂട്ടനാണേ. സയാൻ, can you hear? സയാൻ കേൾക്കുന്നില്ല. ഓക്കെ, ഋഷികേശ് വായിച്ചോ.
വായിച്ചോ ഋഷികേഷ്. ഋഷികേഷ് പോയോ ക്ലാസ്സിന്? Yes, click on start. Click on switch off the monitor. Yes. Switch off the UPS. Turn off the power switch. Very good, very good. Next, Shakzada, did you read? Zayan, are you ready to read, Zayan? Yes. Yes, read, man. Click on start. Click on select shut down. Click on the top. Switch off the monitor. Switch off the CPU. CPU അല്ല UPS. UPS. Turn off the power switch. Okay. Okay. നമ്മുടെ എന്താ നമ്മുടെ സയാൻ കുട്ടൻ എന്ത് ചെയ്യേ? സയാനെ ഒരു മിനിറ്റ് വായിപ്പിക്കാം, എല്ലാവരെ കൊണ്ട് വായിപ്പിക്കാമേ. സയാനെ മിസ് കണ്ടായിരുന്നല്ലോ, പോയേ ഇപ്പം ക്ലാസ്സിൽ നിന്ന്. സയൻ കുട്ടാ, പ്ലീസ് റീഡ് മാൻ. വായിച്ചോ വായിച്ചോ, മുത്ത് വായിച്ചോ. Click on the start. Yes. Select shut down. Click Click on the turn off. Turn off. Switch off the monitor. Off the UPS. Turn off the power switch. വെരി ഗുഡ്. അടുത്തത് നമ്മുടെ എന്താ പറയാ, ഷക്സാദ് വായിച്ചു, മുഹമ്മദ് നാഫി വായിച്ചു. ഇഫ്ര ഇസ്മായിൽ, പ്ലീസ് അൺമ്യൂട്ട് മൈ ഡിയർ. ഇഫ്ര കുട്ടി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മുത്തേ. വായിച്ചോ മോളെ. ബുക്കൊന്നും എടുത്തില്ല. ശരി, ഓക്കെ, ശരി. മാളവിക, മുത്ത് വായിച്ചില്ലല്ലോ. പ്ലീസ് അൺമ്യൂട്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോളെ. Click on turn off. Switch off the monitor. Switch off the UPS. Turn off the power switch. Good. Amanna, please unmute ma. Click on start. Select shut down. Click on turn off. Switch off the UPS. Turn switch. Very good. Tessa Maria, did you read ma? Tessa വായിച്ചായിരുന്നോ? ഒന്ന് read വായിക്ക് മോളെ. Click on start. Select shut down. Click on turn off. Switch off the monitor. Switch off the UPS. Turn off the power switch. Very good. ഇനി ആരാ ബാക്കിയുള്ളത്? ഷിഫാന വായിച്ചായിരുന്നു മോളെ? വായിച്ചു. Yes, ഞാൻ വായിച്ചിട്ടില്ല. ഫാത്തിമ മെഹറിൻ, please read. Click on start. Select shut down. Click on turn off.
switch off the monitor, switch off the UPS, turn off the power switch. Very good. But Dominic പോയോ? കാണുന്നില്ലല്ലോ. എറിക്ക് വായിച്ചില്ലായിരുന്നോ മോനെ? No, okay, എറിക്ക് വായിച്ചേ. Read. Unmute ചെയ്യണേ. Click on start. Select shut down. Click on turn off. Switch off the monitor. Yes. Switch off UPS. Turn off the power switch. Turn off the power switch. Okay. Next, Muhammad T. Muhammad T, can you hear me? And Dominic ഇവിടെ ഉണ്ടല്ലോ. Dominic കൂട്ടാ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കാവോ മോനെ? കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? കുഞ്ഞ് സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. ഇല്ല, അനക്കൊക്കെ ഉണ്ട്. മോനെ ഒന്ന് വായിച്ചു ചക്കരേ ഡോമിനിക്ക്. ആ പേജിൽ വായിച്ചേ. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? Read. Click on start. Click on the start. Select. ഡോമിനിക്കിന്റെ പേരൊക്കെ ആരെങ്കിലും അടുത്തുണ്ടോ? ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ അവനെ? ഒന്ന് കാണിച്ചു കൊടുത്തേ അവനെ ഒന്ന് വായിക്കാനാ. സെക്കൻഡ് വൺ. സെലക്ട്. Select shut down. Okay, Dominic is not in good mood. ഇന്ന് നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നു. ഓക്കെ ശരി, സാരമില്ല മുത്തേ. അടുത്ത നെക്സ്റ്റ് ഡേയിൽ വായിക്കണേ. നല്ല മിടുക്കനായിട്ട് വരണം കേട്ടോ ക്ലാസ്സില്. ശരി. ഓക്കെ, ഗുഡ് ബോയ് ആണേ. മിസ്സിന്റെ ക്ലാസ്സിലൊന്നും ഗുഡ് ബോയ് ഒക്കെ ആണല്ലോ. ഒന്നും നല്ല ഗുഡ് ബോയ്. സാരമില്ല, ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആകും. സാരമില്ല കേട്ടോ. മമ്മി അവന് വഴക്കൊന്നും പറയണ്ട. ഡോമിനിക് ഈസ് എ ഗുഡ് ബോയ്. എനിബഡി എൽസ് ഈസ് ലെഫ്റ്റ്. ഇനി ആരെങ്കിലും മക്കളെ വായിക്കാനുണ്ടോ? നമ്മുടെ ഷഹബാസിന്റെ ബ്രദർ വരുന്നതേ ഉള്ളൂ, വായിച്ചിട്ടില്ല ഷിഹാസ്. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ പ്ലീസ് റേസ് ദ ഹാൻഡ്. ഐ ഹോപ്പ് എവരിബഡി. കൗശിക്, ഡിഡ് യു റീഡ്? ഇല്ലെങ്കിൽ വായിച്ചോ പ്ലീസ്. അൺമ്യൂട്ട് ആൻഡ് റീഡ്. അൺമ്യൂട്ട് ചെയ്യ. Click on start. Select shut down. Click on turn off. Switch off the monitor. Yes. Switch off the UPS. UPS. Turn off the power switch. Very good. ഡൊമിനിക്ക് വായിക്കാൻ തോന്നുമ്പോ മിസ്സിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, കുഞ്ഞു നല്ല മൂഡിൽ എത്തുമ്പോളേ. ഓക്കെ, ഗുഡ്. എനിബഡി എൽസ് ഈസ് ലെഫ്റ്റ്? എല്ലാവരും വായിച്ചു കഴിഞ്ഞില്ലേ? ഇനി ആരും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ടു ഷട്ട് ഡൗൺ എ കമ്പ്യൂട്ടർ. അനിക വായിച്ചല്ലായിരുന്നു? നമ്മളെ വായിച്ചല്ലേ? മോള് വായിച്ചായിരുന്നോ? അനിക മുത്തേ, അനിക മോഹൻ വായിച്ചായിരുന്നോ? ഓക്കെ, ഗുഡ്. ബാക്കി എല്ലാവരും ആയി തോന്നുന്നു, സ്ക്രീനിലുള്ള എല്ലാവരും. ഓക്കെ, ശരി. ഹന്ന, പ്ലീസ് സിറ്റ് പ്രോപ്പർലി. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാം. ടേക്ക് യുവർ പെൻസിൽ. ഡു യു ഹാവ് പെൻസിൽ വിത്ത് യു? ഓക്കെ, ഗുഡ് ചിൽഡ്രൻ. കുര്യൻ ജോസഫിന് പെൻസിൽ ഇല്ലേ? ഡു യു ഹാവ് പെൻസിൽ കുര്യൻ? ഗുഡ്. വലിയ പെൻസിലാണല്ലോ, കുര്യനേക്കാളും വലുതാ. ഇവിടെ മിസ്സിന് കുര്യന് ഇത്രേ കാണത്തുള്ളൂ, ബട്ട് കുര്യന്റെ പെൻസിൽ ഇത്രയും കാണുന്നുണ്ട്. ഓക്കെ, ശരി. Take your pencil, page number 39. Test yourself, write true or false. If it is true, you have to write T. If it is false, you have to write F. Okay. Sangutan, can you hear me, Sayan? Kelkavo? Okay.
While starting up a computer, first switch on the monitor. Computer start ചെയ്യുമ്പോൾ ആദ്യം monitor on ആക്കണം. True ആണോ false ആണോ? ആർക്കറിയാം ഉത്തരം? It is false, isn't it? So write F for that. F. False. Write F. Miss first and മോളെ പേജ് നമ്പർ 39. 39 ട്രൂ ഓർ ഫോൾസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഫോൾസ്. മോളുടെ അടുത്ത് ആരും ഇല്ലേ? അമ്മ ഇല്ലേ? ഉണ്ടോ മോളെ? അമ്മയുണ്ടോ അവിടെ ഹെൽപ്പ് ചെയ്യാന്? ഓക്കെ. സെക്കൻഡ് വൺ UPS സ്റ്റാൻഡ്സ് ഫോർ അൺയൂസ്ഡ് പവർ സപ്ലൈ. UPS എന്ന് പറഞ്ഞാൽ അൺയൂസ്ഡ് പവർ സപ്ലൈ എന്നാണ്. ആണോ? നോ. ഫോൾസ്. ഫോൾസ്. എഫ്. ഷഹബാസ് ആൻഡ് ഷിഹാസിന്റെ സ്റ്റിൽ കേട്ടില്ല. മുഹമ്മദ് ടീം വായിച്ചില്ല അല്ലെ? രണ്ട് പിള്ളേർക്ക് നെറ്റ് പ്രോബ്ലം തോന്നുന്നു. ശരി മോനെ ഡോമിനിക്ക് എഴുതുന്നുണ്ടോ? എഴുതണേ കേട്ടോ. നെക്സ്റ്റ് third one, the screen that appears on the monitor when you start your computer is called a desktop. True or false? True. Yes, it is true. The screen that appears on the monitor when you start your computer is called a desktop. True ane? Next, fourth one. Second false. Next, fourth one. You should always cover your computer when you finish working on it. Computer, ഇവിടെ ഒരു കമ്പ്യൂട്ടർ മാനർ ഉണ്ടായിരുന്നു, നമ്മളത് പഠിച്ചില്ല അല്ലേ? ഇവിടെ പേജ് നമ്പർ 39 ടോപ്പിൽ ഒരു ചെറിയ പാരഗ്രാഫ് ആയിട്ട് തന്നിട്ടുണ്ട്, കണ്ടോ? കമ്പ്യൂട്ടർ മാനേഴ്സ് എന്ന് പറഞ്ഞോണ്ട് കണ്ടോ? When you finish working on your computer, cover it so that dust does not get into it. നമ്മള് കമ്പ്യൂട്ടറെല്ലാം വർക്കൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നേ? You should cover the computer with a cloth or something like that way. For what? So, Anika, ഇവിടെ ക്ലാസ്സിലെ അപ്പൊ നമ്മള് കമ്പ്യൂട്ടർ തുണിയോ എന്തായാലും ഇട്ട് കവർ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നേ ാതിരിക്കാൻ. ഓക്കെ. സോ അത് കമ്പ്യൂട്ടർ മാനറാ. നമ്മുടെയൊക്കെ വീട്ടിലുള്ള കമ്പ്യൂട്ടർ നിങ്ങൾ മൂടിയിടാറുണ്ടോ? കുറെ പേരുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടല്ലോ, അത് കവർ ചെയ്ത് വെക്കാറുണ്ടോ? ലാപ്ടോപ്പ് നമ്മളൊരു ബാഗ് പോലെ ഒരു സാധനത്തിൽ വെക്കും. പിന്നെ നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മളൊരു തുണി ഇട്ട് മൂടി വെക്കണം, പൊടിയൊക്കെ പറ്റാതിരിക്കാൻ. ഓക്കെ. സോ നമ്മുടെ ഫോർത്ത് ആൻസർ ഈസ് you should always cover your computer when you finish working on it. Okay. True. Okay, answers എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് ഫോൾസ്, സെക്കൻഡ് വൺ ഈസ് ഫോൾസ്, തേർഡ് വൺ ഈസ് ട്രൂ, ഫോർത്ത് വൺ ഈസ് ട്രൂ. ആദ്യത്തെ രണ്ടെണ്ണം ഫോൾസ്, പിന്നത്തെ രണ്ടെണ്ണം ട്രൂ. ശരിയാക്കിയോ? ഗുഡ് ഗുഡ്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ബി. ഇനി വർത്താനം പറയല്ലോ. ബി. Number the steps in the correct order to show how a computer is switched on. Please, please. ഓക്കെ. ഇവിടെ താഴെ കുറെ സ്റ്റെപ്സ് വന്നിട്ട് കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്സ് ആണ്, പക്ഷെ അത് കറക്റ്റ് ഓർഡറിലല്ല. അപ്പൊ നമ്മളത് കറക്റ്റ് ഓർഡർ ഇപ്പോഴത്തെ ഒരു ചെറിയ ചെറിയ കോളം ഉണ്ട്, ആ കോളത്തിൽ നമ്മൾ എഴുതണം നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്നുള്ളത്. സോ ഇവിടെ ഫസ്റ്റ് മിസ് വിൽ റീഡ് ഔട്ട് സ്വിച്ച് ഓൺ ദ CPU. അവർ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളോട് CPU ഓൺ ആക്കാനാണ്. സെക്കൻഡ്, ടേൺ ഓൺ ദി പവർ സ്വിച്ച്. നെക്സ്റ്റ്, സ്വിച്ച് ഓൺ ദി മോണിറ്റർ, സ്വിച്ച് ഓൺ ദി UPS. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ അവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് തന്നെ, സോറി, സെക്കൻഡ് വൺ ഷുഡ് ബി റിട്ടൺ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം നമ്മള് പവർ സ്വിച്ച് ആണ് സെക്കൻഡ് ഏതാണ് വരുന്നത്? UPS. പ്ലീസ് പ്ലീസ് നിങ്ങൾ ആരും മ്യൂട്ട് ചെയ്തിട്ട് പറയണ്ട.
തെറ്റ് പറഞ്ഞാൽ ബാക്കിയുള്ളവർ തെറ്റായിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്തു പോകും. അതുകൊണ്ട് മക്കള് ടീച്ചർ പറയുന്നത് കേക്ക്. സോ ഒന്നാമത്തെ അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ആൻസർ ആയിട്ട് വരേണ്ടത് സ്വിച്ച് ഓൺ ദി UPS ആണ്. UPS എന്ന് എഴുതിയേക്കുന്നത് നോക്കിക്കേ. അവിടെ നമ്പർ 2 ഇടുക. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ ദി CPU. ലാസ്റ്റ് വൺ ഏതായിരിക്കും? സ്വിച്ച് ഓൺ ദി മോണിറ്റർ. അപ്പൊ മിസ് ഒന്നുകൂടെ നമ്പർ പറയാം. 3 1 4 2. മക്കളെ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യില്ലടാ ചക്കരകളെ. 3 1 4 2 കറക്റ്റ് ആണോ? അടുത്തത് നെക്സ്റ്റ് പേജ് എടുത്ത് പേജ് നമ്പർ 40. Number the steps in the correct order to show how a computer is shut down. ഇപ്പൊ നിങ്ങളൊക്കെ വായിച്ചതാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ. അതിന്റെ സ്റ്റെപ്സ്: ക്ലിക്ക് ഓൺ ടേൺ ഓഫ് ദ പവർ സ്വിച്ച്, ക്ലിക്ക് ഓൺ സ്റ്റാർട്ട്, സ്വിച്ച് ഓഫ് ദ പവർ ബട്ടൺ ഓൺ ദി മോണിറ്റർ, ക്ലിക്ക് ഓൺ ഷട്ട് ഡൗൺ, സ്വിച്ച് ഓഫ് ദ പവർ ബട്ടൺ ഓൺ ദി UPS. സോ എന്താണ് എഴുതേണ്ടത്? അവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് വൺ അവരവിടെ തന്നിട്ടുണ്ട് അല്ലേ? ക്ലിക്ക് ഓൺ ദി സ്റ്റാർട്ട്. രണ്ടാമത്തത് ഏതാണ്? Click on the shutdown. Click on shutdown എന്നുള്ളടത്ത് നമ്പർ 2. Click on shutdown എന്നുള്ളടത്ത് നമ്പർ 2. എൽഡേഴ്സ് അടുത്തിരിക്കുന്നവർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം മക്കളെ, ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ മക്കൾക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലവർക്കൊന്നും അറിയില്ല. ശരി, നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് ഏതാണ്? ഏറ്റവും ഫസ്റ്റ് കിടക്കുന്നത് ക്ലിക്ക് ഓൺ ടേൺ ഓഫ്. ക്ലിക്ക് ഓൺ ടേൺ ഓഫ് എന്നുള്ളടത്ത് നമ്പർ 3. ഇനി ഫോർത്ത് സ്റ്റെപ്പ് ഏതാണ്? സ്വിച്ച് ഓഫ് ദി പവർ ബട്ടൺ ഓൺ ദി മോണിറ്റർ. നാലാമത്തെ സ്റ്റെപ്പ് സ്വിച്ച് ഓഫ് ദി പവർ ബട്ടൺ ഓൺ ദി മോണിറ്റർ. Next fifth one, switch off the power button on the UPS. അഞ്ചാമത്തത് ലാസ്റ്റ് കിടക്കുന്നതാണ് സ്വിച്ച് ഓഫ് ദി പവർ ബട്ടൺ ഓൺ ദി UPS. Sixth one, turn off the power switch. നമ്മുടെ പേജ് നമ്പർ 38 അത് ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട് അല്ലേ? അത് നോക്കിയാലും മതി. ഓക്കെ, വൺസ് അഗൈൻ ചെക്ക് യുവർ ആൻസേഴ്സ്. ഓക്കെ, ഗുഡ്, നല്ലത്. നെക്സ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തോ. ഫസ്റ്റ് വൺ ഈസ് 3, സെക്കൻഡ് വൺ ഈസ് 6, തേർഡ് വൺ ഈസ് 1, ഫോർത്ത് വൺ ഈസ് 4, ഫിഫ്ത്ത് വൺ ഈസ് 2, and sixth one is 5. Okay, are you all correct? Yes, correct. Yes, good. Next here, D, fill in the blanks with the help of the given words. Here the words are desktop, 10, 6, monitor, start, shut. Okay. First one is we should dash up and dash down the computer properly. And that becomes start, START. We should start up. Right there. Minhaj, please write, man. Start as your. Start up and second one is shut. SHUT. Shut down the computer properly. So start and shut up. Nafi, എഴുതിയ മോനെ? Good. You should start up and shut down the computer properly. Next, the second one. The last step in starting up a computer is to switch on the dash.
കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? സ്വിച്ച് ഓൺ ദി മോണിറ്റർ. മോണിറ്റർ, റൈറ്റ്, മോണിറ്റർ. MONITOR. It's given there on the column. There in that column. അത് നോക്കി എഴുതിക്കോ, സ്പെല്ലിംഗ് നോക്കി എഴുതിക്കോ. മോണിറ്റർ, MONI. അനിഹ മുത്ത എഴുതി കഴിഞ്ഞോ? അതെ, അമ്മയാണ് എഴുതുന്നേ. ആ മടിച്ചി പെണ്ണാണോ അവള്? കുഞ്ഞെഴുതിക്കോ. The desktop is the വേണ്ട, മോളെ എഴുതിക്കോ. മമ്മി കാണിച്ചു തരും, മോളെ എഴുതിക്കോ കേട്ടോ. on the monitor. എഴുതി കഴിഞ്ഞോ മോളെ? ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ. മോണിറ്റർ എഴുതിയോ മോളെ? അനിഹ മുത്ത മോണിറ്റർ എഴുതിയോ? MONITOR, മോണിറ്റർ. Next, third one, the dash is the screen that appears on the monitor. And then the desktop. First word, DESKTOP, desktop. There are 6. Fourth one, 6. ആരാ പറഞ്ഞാള്? Very good. Next, fourth question's answer is, there are dash steps to shut down the computer. Computer shut down ചെയ്യാൻ എത്ര steps ഉണ്ട്? 6. SIX, 6, right. SIX, 6. 2, 1, 10. ഇനി ഒരെണ്ണല്ലേ ബാക്കിയുള്ളൂ. We should dash off the power switch after shutting down the computer. എന്താണ്? Very good. TURN10. എനിക്ക് ലാസ്റ്റ് വരുമ്പോൾ ഭയങ്കര എളുപ്പം. Okay, once again check your answers. എല്ലാവരും ഒന്ന് ആൻസർ ചെക്ക് ചെയ്തേ. First one's answer is start, shut. Shut. Second one's answer is monitor. Monitor. And third one's answer is desktop. Desktop. Fourth one's answer is 6. 6. Yes. And the last Fifth answer one. is turn. Okay. So and this question answers I will give in WhatsApp group. നമ്മുടെ ക്ലാസ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തരാം. ഇനി നിങ്ങൾക്കൊരു വർക്ക് ഉണ്ട്. F. Dora wants to play games on her computer. Take her to the computer by choosing the things required to start up the computer. കമ്പ്യൂട്ടറിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത്. ഇല്ലേ? അയ്യോ, മിസ് മറന്നുപോയി മക്കളെ. മിസ് അയച്ചെന്ന് വിചാരിച്ചു, പിന്നെ ഫോൺ മാറ്റിയത് കൊണ്ട് അയച്ചത് ഇല്ല. ഓ ശരി, ഇത് തന്നില്ല അല്ലേ? തന്നല്ലേ മക്കളെ ഇത്? ഇല്ല. എന്നാ 4th ഉം 5th ഉം കൂടി ഇട്ട് തന്നേക്കാവേ. മിസ് തന്നൂന്നാ വിചാരിച്ചു കേട്ടോ. ഫോൺ മാറ്റിയപ്പോഴത്തേനും വാട്സപ്പിൽ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. അത് കാരണം തന്നോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ശരി, 4th and 5th I will send today or tomorrow I will send. Okay. സോ ഇത് നിങ്ങളെ ഈ കുട്ടീനെ ഡോറേനെ ഈ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ഗെയിം കളിക്കാൻ കൊണ്ടാക്കണം കേട്ടോ. അത് ഹോംവർക്ക് ആണ്, വീട്ടിൽ ഇരുന്ന് ചെയ്തോ. സോ നമ്മുടെ ടൈം കഴിഞ്ഞു. Shall we wind up the class? Bye bye. Go and have your lunch. Bye. ഭക്ഷണമൊക്കെ കഴിച്ച് എടുക്കലായിരിക്കും കേട്ടോ. Bye bye.